അപ്പോഴത്തേ ഞാൻ പുങ്കന്നൂരാണുള്ളത്. ഇവിടെ വന്നപ്പോഴത്തേ ഇത് കണ്ടോ, വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് വിൽക്കുവാനുള്ള ഗണപതി വിഗ്രഹങ്ങൾ ഈ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസും നമ്മുടെ തെങ്ങിൻ്റെ ചകിരിച്ചോറും ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. ഇതെല്ലാം ഹിന്ദിക്കാരാണ് ചെയ്യുന്നത്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് വിനായക ചതുർത്ഥി. അപ്പോഴത്തേ അതിൻ്റെ പണികൾ, ഫിനിഷിങ് പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഭായിമാരാണ്. അപ്പോൾ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് പല നാടുകളിലേക്ക് പോകാനുള്ള ഗണപതി വിഗ്രഹങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഗണപതിയുടെ രൂപങ്ങൾ ഇതാണ് പുഴയിലും കടലിലുമൊക്കെ നിമജ്ജനം ചെയ്യുന്നത്. आप किधर का है जी? आप किधर का है? രാജസ്ഥാൻ സേ? ആ അച്ഛാ അച്ഛാ. അപ്പോഴത്തെ രാജസ്ഥാൻകാരാണ് കേട്ടോ അവരാണ് കൂടുതലും ഈ ഇങ്ങനത്തെ പ്ലാസ്റ്റർ ഓഫ് പാരീസിലെ ഇങ്ങനത്തെ വിഗ്രഹങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തെ എത്ര മനോഹരമായിട്ട് അത് നിർമ്മിച്ചിരിക്കുന്നു നോക്കിയേ. ഇനി ഇതെല്ലാം ആൾക്കാരുടെ ഓർഡർ അനുസരിച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിനിഷിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം അവർ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, എന്നാ നല്ല രീതിയിലാണെന്ന് നോക്കിയാൽ ചിത്രപ്പണികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഗണപതിയുടെ വാഹനം ഇങ്ങനെ ഓരോ ടൈപ്പിലുള്ള ഇതാണ്. ഇതുണ്ടോ, ഗണപതിയും നന്ദിയുമായിട്ടുള്ള ഒരു രീതിയിലുള്ള ശില്പം. ഈ നേരം മുഴുവൻ അങ്ങനെയാണ്. നന്ദിയും ഗണപതിയും ഉള്ള ഒരു ശില്പമാണ്. പക്ഷേ കൂട്ടിന് നമ്മുടെ എരിയുണ്ട്. പിന്നെ ഗണപതിയുടെ ആയുധങ്ങൾ, ഗദ, ശംഖ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതങ്ങനത്തെ ഒരു നിരയാണ്. ഇത് മുഴുവൻ വേറൊരു രീതിയിലുള്ള ശില്പങ്ങളാണ്. ഇതൊക്കെ വളരെ വിലക്കൂടിയ ശില്പങ്ങളാണ് കേട്ടോ. ഇവയൊക്കെ വലിയ രീതിയിൽ ആളുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇതിൻ്റെ ഇടയിലൂടെ പോകത്തില്ല. ഇവിടെ അതേ സമയത്ത് അവർ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഫിനിഷ് ചെയ്യുന്ന വർക്കിലാണ് കൂടുതലും. ഇതിൻ്റെ ഇടയിൽ കൂടി അങ്ങ് പോകാമല്ലേ. ഉണ്ടോ, എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ആ വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത പോലെയുള്ള ശില്പമാണ്. ഭയങ്കര ഫിനിഷിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ മോൾഡ് ഇടുന്നത് ഭയങ്കര ഫിനിഷിംഗ് ആണ്. ഇവിടെ ഒരു സരസ്വതിയുടെ ഒരു ചെറിയ പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെയാണ് അവർ പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങളുമൊക്കെ. സരസ്വതി ദേവിയുടെ ഒരു ചെറിയ പ്രതിഷ്ഠ. പിന്നെ അവരുടെ ഒരു ചെറിയ ഇത് പൂജാകാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഇത് കാണാൻ വേണ്ടി കുറേ ദിവസമായി കേട്ടോ. നമ്മൾ അങ്ങ് കടപ്പയ്ക്ക് അപ്പുറം തൊട്ട് ഇതുപോലെ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് കയറി ചോദിക്കുമ്പോൾ പലരും പറ്റില്ല എന്നുള്ള ഒരു ഇതാണ്. ഇവിടെ വന്നപ്പം നമ്മൾ ഇവിടെ നമ്മുടെ ഒരു ഇക്കായ പരിചയപ്പെട്ടു. അപ്പോൾ അവരാണ് നമ്മളെ ഇങ്ങോട്ട് അനുവാദം വാങ്ങിച്ച് തന്നത്. ഇത് കണ്ടോ, അതിമനോഹരമായ മറ്റൊരു ശില്പം. ഭയങ്കര വലുതാണ് കേട്ടോ. കണ്ടോ, ശ്രീകൃഷ്ണനും ഗണപതിയും കൂടിയുള്ള ഒരു ശില്പമാണിത്. ഇത് കണ്ടോ, അവിടെ ഹനുമാൻജിയുണ്ട്. ഇതും അങ്ങനത്തെ തന്നെ ഒരു ശില്പമാണ്. ശ്രീകൃഷ്ണനല്ല കേട്ടോ, ക്ഷമിക്കണം, ശ്രീരാമനാണത്. രാമക്ഷേത്രത്തിൻ്റെ ഒരു മോഡൽ കൂടിയാണ് അവർ പുറയിൽ കൊടുത്തിരിക്കുന്നത്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ
പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പെയിൻറ് ചെയ്ത ഒരു ശില്പം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് പഴയ ശില്പമാണ്, കുറേ കാലമായിട്ട് പെയിൻറ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തുള്ള കേരള കഫേ നമ്മുടെ പുങ്കന്നൂരിലാണ്. നമ്മൾ പശുക്കളെയൊക്കെ വാങ്ങിക്കാൻ വരുന്ന, കുട്ടിപ്പശുക്കളെ വാങ്ങിക്കാൻ വരുന്ന സ്ഥലമാണ് പുങ്കന്നൂർ. അപ്പോൾ പുങ്കന്നൂരത്തെ കേരള കഫേ കേരള കണ്ടപ്പോഴത്തേന് നമ്മൾ സൈക്കിൾ അറിയാതെ ഒന്ന് ചവിട്ടി ഒരു ചായ കുടിക്കാമെന്ന് വെച്ച് കയറിയതാണ്. അപ്പോഴത്തെ ഇവിടെ നമ്മുടെ മലയാളീസ് ആയിട്ടുള്ള ആൾക്കാർ, ഇക്ക ഇവിടുത്തുകാരനാണ് കേട്ടോ, ഇക്ക ഇവിടുത്തുകാരനാണ്. പക്ഷേ താത്ത കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അല്ലേ? താത്ത അകത്തുണ്ട് കേട്ടോ, ചായ എടുക്കുന്ന ധൃതിയിലാണ്. ആള് വന്ന് ഇവിടെയുണ്ട്. അപ്പോൾ താത്തയായിരുന്നു, താത്ത വെളിയിൽ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു മലയാളിയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ. അങ്ങനെ സൈക്കിൾ നിർത്തി ഇങ്ങ് വന്നപ്പോഴേ താത്താനെ കഴിഞ്ഞ് നന്നായിട്ട് മലയാളം അറിയാവുന്ന ഇക്കായിരിക്കുന്നു. ആ അതെ, അല്ല വന്നപ്പോ താത്താനെ കഴിഞ്ഞ് നന്നായിട്ട് മലയാളം പറയുന്ന ഇക്കാരാ. എത്ര വർഷം? ആ അത് ശരി, അവിടെയായിരുന്നു അല്ലേ? ആ കോഴിക്കോട് തന്നെ. ആ ശരി. ആ അപ്പൊ അടിവാരത്തുനിന്ന് അടിച്ചോണ്ട് പോകുന്നതാ. 24 ഓണറായിരുന്നു KPL. അത് ശരി, വണ്ടിന്റെ നെയിം 4 കൊല്ലം പണിയെടുത്തു. ഓ അത് ശരി. അവിടെ ഗോവ ഇവിടെ തേങ്ങ അവിടുത്തെ. ഓ അത് ശരി, ഇങ്ങോട്ട് വരും. ആ അപ്പൊ നാഷണൽ പെർമിറ്റ് ലോറിയില് ഡ്രൈവർ ആയിരുന്ന വ്യക്തിയാണ് കേട്ടോ. ലോറി ഡ്രൈവർമാരാണ് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കൊല്ലം അത്രേ ഉള്ളു. അന്നേരാണ് അത് ശരി, കട ഇറങ്ങിയിട്ട് 9 മാസമേ ഉള്ളൂ. അത് ശരി, ഞാൻ യാത്ര തുടങ്ങുന്നതിന് 1 മാസം മുമ്പ്, കാരണം കഴിഞ്ഞ സെപ്റ്റംബറിൽ. കേരള കഫേ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കയറാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഓടി വന്ന് കയറി. അപ്പൊ ഇത്താവിടെ നിൽക്കുക, ഇത്തേടി ചോദിച്ചു എങ്ങനാ എന്നെ മലയാളിയാണോന്നല്ലേ ഞാൻ ചോദിച്ചേ. കാരണം നമ്മുടെ നാട്ടിലൊരു ഡ്രസ്സിന്റെ രീതി ഉണ്ടല്ലോ. അതെ, കേരള ആന്റി മീഡിയ ഇങ്ങനെ പറഞ്ഞു. മീഡിയന്റെ പേര് പറയില്ല, കേരള ആന്റിന്റെ പേര്. അതായത് കേരള പേരിൽ ഒരു ബോർഡ് ആക്കി അവിടെ വെച്ച്. അപ്പൊ ഇത് കൂടുതൽ ഇപ്പൊ ആൾക്കാർക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു ഇതായി. കേരള കഫേ തന്നെ. കേരള കഫേ എന്നൊരു സിനിമ തന്നെ ഉണ്ട് നാട്ടില്. അപ്പത് മറക്കണ്ട, നമ്മള് ഇത് നാഷണൽ ഹൈവേയില് മദനപ്പള്ളിയിൽ നിന്ന് നേരെ പുങ്കന്നൂർ വരുമ്പോ ഇടത്തുവശത്ത് കേരള കഫേ. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ സൈക്കിൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചാൽ മറിഞ്ഞു പോകും, കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുങ്കന്നൂർ മാർക്കറ്റിലാണുള്ളത്. ഇതാണ് ടൊമാറ്റോയുടെ മാർക്കറ്റ്. നമുക്ക് ആദ്യം പശുക്കളുടെ മാർക്കറ്റിലോട്ട് പോവാം. ഇന്ന് പശുക്കളുടെ ദിവസമല്ല, ഇന്നലെയായിരുന്നു പശുക്കളുടെ ദിവസം. പക്ഷേ ഇന്ന് ആടിൻ്റെയൊക്കെ ദിവസമാണ്. അങ്ങനെ ഓരോ ദിവസമാണ്. ബുധനാഴ്ച പശുക്കളുടെ ദിവസവും വ്യാഴാഴ്ച ആടിൻ്റെ ദിവസമാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിനുള്ളിലോട്ടൊന്ന് പോയി നോക്കുവാണ്. അവിടെയാണ് മാർക്കറ്റ്. അപ്പോൾ അവിടെ കാണും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഫാമുകൾ കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നോക്കാം. പറമ്പിൽ നിന്ന് പറിച്ച തക്കാളികൾ കൊണ്ടുവന്ന് ഇറക്കുന്നതാണ്. രണ്ട് ഈ ട്രാക്ടറിൽ ഇറക്കുന്നുണ്ട്. മാർക്കറ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. എല്ലാവരും പറിച്ച തക്കാളികളൊക്കെ കൊണ്ടുവരുന്ന സമയമാണിപ്പോൾ. ഓൾ ഇന്ത്യ ട്രിപ്പ്. ടൊമാറ്റോയൊക്കെ പല സ്ഥലത്തു നിന്നും വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്.
ഇപ്പോൾ ടൊമാറ്റോയുടെ രണ്ടാമത്തെ മാർക്കറ്റാണിത്. നമ്മൾ മദനപ്പള്ളിയിൽ കണ്ടതാണ് ഏറ്റവും വലിയ മാർക്കറ്റ്, ഇത് രണ്ടാമത്തെ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് പശുക്കളുടെ ആടുകളുടെയൊക്കെ ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടുത്തെ ആടുകളുടെ മാർക്കറ്റിലൂടെയാണ് ഞാൻ നോക്കുന്നത്. ഉണ്ടോ, വലിയ മാർക്കറ്റാണ്. കുട്ടികളെ പലതരത്തിൽ പല വലിപ്പത്തിലുള്ള ആടുകളെ കാണാം. ആടിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ആടുകളെ കൊണ്ടുവന്നൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതാണിത്. കർണാടക സ്റ്റേറ്റ് പെർമിറ്റുള്ള വണ്ടിയാണ്. കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന ആടുകളാണിത്. ഒരു ചാച്ച വാന്നൊക്കെ പറയുന്നുണ്ട്. ചെയ്തുണ്ടോ, ചാച്ചാടി ആടുകളാണ് കൂടുതലും. ഹായ്. അപ്പോൾ ഒരുപാട് ആടുകളുടെ ഒരു വലിയ മാർക്കറ്റാണ്. ഇന്നലെയായിരുന്നു പശുക്കളുടെ മാർക്കറ്റ്, അതുകൊണ്ട് നമുക്ക് ഇന്നലെ എത്താൻ പറ്റിയില്ല, വന്നപ്പോൾ താമസിച്ചു പോയി. ഇതൊരു 12 മണിയാകുമ്പോഴത്തേനും ഇവിടുത്തെ ആടുകളുടെ കച്ചവടം എല്ലാം കഴിയും. പിന്നെയുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ ടൊമാറ്റോ മാർക്കറ്റാണ്. ആ വണ്ടികളൊക്കെ കിടക്കുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം ഇവിടെ എവിടെയാണ് പൊങ്കന്നൂർ പശുവിൻ്റെ ഫാം അങ്ങനെ നമുക്ക് പോയി കാണാൻ പറ്റുന്ന സ്ഥലമുള്ളതെന്ന്. ഇതെല്ലാം വളർത്താനായിട്ട് കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളാണ്. കുഞ്ഞാടുകളുണ്ട്, അതുപോലെ തന്നെ വെട്ടാനായിട്ട് കൊണ്ടുപോകുന്ന വലിയ ആടുകളുമുണ്ട്. ചാച്ചിയോട് ചോദിച്ചപ്പോഴത്തേനും ആടിൻ്റെ ഒക്കെ മാർക്കറ്റാണ്. ഇതുണ്ടോ, 1 किलो 400 रुपीस 1 കിലോ ലൈവ് 1 किलो 400. ഓക്കെ. അപ്പോൾ 1 കിലോ 400 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ലൈവാണ്. ഇവിടുത്തെ ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. കുട്ടികളും വലുതിനുമെല്ലാം ഒരേ റേറ്റാണ്. ഓക്കെ. അപ്പോൾ ഈ ഷെഡിൻ്റെ അകത്ത് ചിലപ്പോൾ പശുക്കൾ കാണുമെന്നാണ് പറഞ്ഞത്. ഒന്ന് നോക്കട്ടെ. ഇവിടെയെല്ലാം ആടുകൾക്ക് കച്ചവടക്കാർ വില പേശുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഷെഡിലൊന്ന് കയറി നോക്കാം. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള ആടുകളാണ് ഇവിടെ ഉള്ളത്. കാരണം കർണാടക ഇതിൻ്റെ ബോർഡറിലായതുകൊണ്ട് അവിടുന്ന് കൂടെ പശുക്കളെയും ആടുകളെയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. ഇതൊരു ഇവിടുത്തെ ആന്ധ്രയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണ്. പിന്നെ പൊങ്കന്നൂർ പ്രധാനമായും പുളി, നമ്മുടെ വാളംപുളിയുടെ ഒരു മാർക്കറ്റാണ് പൊങ്കന്നൂർ. ഇത് കണ്ടോ, ഇന്നലെ കച്ചവടമാകാത്ത പശുക്കളെയൊക്കെ ഇവിടെ കെട്ടിയിരിക്കുന്നതാണ്. ഇവിടുത്തെ നാടൻ പശുക്കളാണിത്. അപ്പോൾ നമുക്ക് പൊങ്കന്നൂർ പശുവിനെ കാണാനുള്ള ഒരു മാർഗം തപ്പി നടക്കണം. ആരോടെങ്കിലും ചോദിക്കണം. ഒരു സുന്ദരിയും നിൽക്കുന്നുണ്ടോ? എന്നാ കരയണ്ടാ. അപ്പോൾ ശ്രീ കല്യാണ വെങ്കടരാമണ സ്വാമി ടെമ്പിളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പൊങ്കന്നൂരിലെ വലിയ ക്ഷേത്രമാണിത്. അപ്പോൾ ഇത് നമ്മുടെ തിരുമല തിരുപ്പതി ദേവസ്ഥാനം കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രക്കുളം വളരെ മനോഹരമായ ഒരു ക്ഷേത്രക്കുളമാണ് ഇവിടെയുള്ളത്. ഫ്രണ്ടിലൊക്കെ ബർത്ത്ഡേയുടെ വിസസിൻ്റെ ഇതൊക്കെ വെച്ച് വൃത്തികേടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രക്കുളം വളരെ മനോഹരമാണ്. ഇതുണ്ടോ, ക്ഷേത്രക്കുളത്തിന് നടുവിലൊരു മണ്ഡപമൊക്കെ ഉണ്ട്. 4 കൽത്തൂണുകളിൽ നിൽക്കുന്ന ഒരു മണ്ഡപമാണത്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ക്ഷേത്രം, അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ഇവിടെ
തിരുപ്പതി ഭഗവാന്റെ മറ്റൊരു ക്ഷേത്രം കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്ന രഥമാണ് ആ കാണുന്നത്. ധാരാളം കൽപ്പടവുകളോട് കൂടിയ ഒരു ക്ഷേത്രക്കുളമാണിത്. അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു കിണറും കൂടി നമുക്ക് കാണാൻ പറ്റും. ക്ഷേത്രത്തിൽ എന്തോ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടക്കുകയാണ്. ധാരാളം പടിക്കെട്ടുകളോട് കൂടിയ ഒരു ക്ഷേത്രക്കുളമാണിത്. വർഷകാലത്ത് ഇത് മൊത്തമായിട്ടും നിറഞ്ഞ് വെളിയിൽ വെള്ളം പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് താഴെ കാണുന്ന ആ ചെറിയ കുളത്തിനുള്ളിൽ മാത്രമേ ഉള്ളൂ വെള്ളമുള്ളൂ. അതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.